മറ്റു വാർത്തകളിലേക്ക്. രാജ്ഭവനിലെ ഭാരതാംബ വിവാദം തുടരുന്നു. വിഷയത്തിൽ വിമർശനം തുടരാനാണ് LDF നീക്കം. വിയോജിപ്പ് നേരിട്ട് മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ വിയോജിപ്പ് അറിയിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിനു ശേഷം വന്ന അർലേക്കറും സർക്കാരും തമ്മിൽ തുടക്കത്തിൽ നല്ല ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിലൊക്കെ മറ്റ് പരിപാടികൾ മാറ്റിവെച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനിടയ്ക്ക് നടന്ന പരിപാടികളിലൊക്കെ തന്നെ സർക്കാരും അതുപോലെ തന്നെ ഗവർണറും തമ്മിൽ നല്ല ബന്ധത്തിലും അത്തരത്തിൽ സ്നേഹത്താലും തന്നെയാണ് പോയിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ അതൃപ്തി സർക്കാരിനും ഗവർണർക്കുമെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോരിലേക്കാണോ കടക്കുന്നത് ഈ സാഹചര്യം എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ തുടക്കത്തിൽ ഈ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്താൻ രാജ്ഭവനിൽ RSS സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുമൂർത്തിയെ ഗവർണർ തന്നെ വിളിക്കുന്നു, പ്രഭാഷണം നടത്തുന്നു. അതിനുശേഷം വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് തന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ആ വിഷയത്തിലെ അതൃപ്തി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നടപടിയാണ് അതിലുണ്ടായത്. അതൊരു RSS പരിപാടി സംഘടിപ്പിക്കുന്നത് പോലെ ആയിപ്പോയി എന്നുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും ആ പ്രഭാഷണത്തിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു വിയോജിപ്പ്, ഒരു പരാതി രാജ്ഭവനെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്നലെ ഇപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ ഭാരതാംബയുടെ, അത് RSS തങ്ങളുടെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിന ആഘോഷം നടത്താനുള്ള തീരുമാനം രാജ്ഭവൻ എടുത്തത്. അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും പരിപാടിയിൽ നിന്ന് കൃഷി മന്ത്രി തന്നെ പരിപാടി തന്നെ ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റിൽ പരിപാടി നടത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ P പ്രസാദ് വലിയ അതൃപ്തി തുറന്നു പറഞ്ഞു. CPM ഈ വിഷയത്തിലെ അതൃപ്തി ഗവർണർക്കെതിരെയുള്ളത് തുറന്നു പറഞ്ഞു. അതുപോലെ തന്നെ LDF തന്നെ വിയോജിപ്പ് അറിയിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്ന പ്രതികരണം, വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ സംഭവത്തിൽ അത്തരത്തിലുള്ള ഒരു പരസ്യമായിട്ടുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള വിയോജിപ്പോ പരാതിയോ ഒന്നും തന്നെ രാജ്ഭവനെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണ് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് മന്ത്രി P പ്രസാദ് ഒഴിവായത്, പരിപാടി ബഹിഷ്കരിച്ചത് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പിന്നീട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് രാജ്ഭവനെ നേരിട്ട് വിയോജിപ്പ് അറിയിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നത്. അത് പ്രതിപക്ഷം തന്നെ വലിയ വിമർശനത്തോടെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി അത് നേരിട്ട് രാജ്ഭവനെ അറിയിക്കണം, ഗവർണറെ അറിയിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തിന് അത്തരത്തിലുള്ള ഒരു പരസ്യ വിയോജിപ്പ് അറിയിക്കൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് സർക്കാർ ഗവർണർ പോര് തന്നെയായിരുന്നു എല്ലാ സമയത്തെയും ഭൂരിഭാഗം ദിവസങ്ങളിലെയും പ്രധാന തലക്കെട്ടെന്ന് പറയുന്നത്. വലിയ വിമർശനങ്ങൾ പരസ്പരം ഉന്നയിച്ച വ്യക്തികളായിരുന്നു. ഇതുപോലെ ഗവർണർ മുഖ്യമന്ത്രി പോര് നമ്മുടെ സംസ്ഥാനം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സാഹചര്യമായിരുന്നു. അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നതോടുകൂടി പിന്നീട് വരുന്ന അർലേക്കർ വലിയ സ്നേഹപ്രകടനം മുഖ്യമന്ത്രിയുമായിട്ട് നടത്തുകയും അത് സൗമ്യമായിട്ട് തന്നെ അവരുടെ ബന്ധം പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ RSS അനുകൂല നിലപാടുകൾ പല ഘട്ടത്തിലും രാജ്ഭവനിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെതിരെ സർക്കാർ ഇപ്പോൾ കടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ കടുത്ത വിയോജിപ്പുകൾ അറിയിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഗവർണർ സർക്കാർ ബന്ധത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്താനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടൊരു വിയോജിപ്പ് ഗവർണറെ അറിയിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പാർട്ടിക്കകത്തു നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉയരുന്നത്. അതിന് മുഖ്യമന്ത്രി എന്ത് പ്രതികരണം നടത്തും, അത് പ്രതികരണം നടത്തുമ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കുമോ എന്നൊക്കെയുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. എന്തായാലും പതിയെ ഗവർണർ സർക്കാർ
പോരിന് തുടക്കമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സർക്കാരിന്റെ അനുനയ നീക്കങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ അറിയിക്കുന്ന നിർദ്ദേശങ്ങൾ അത് തള്ളിക്കളയുകയാണ് ഗവർണർ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭാരതാംബയുടെ ചിത്രം അങ്ങനെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് രാജ്ഭവൻ ഈ വിവാദങ്ങളെ തുടർന്നും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ തന്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ ഒരു അല്പം പോലും അയവ് വരുത്തുന്നില്ല. സർക്കാർ നിർദ്ദേശങ്ങളെ പൂർണ്ണമായിട്ടും തള്ളുന്നു. ഗവർണർ സ്വീകരിക്കുന്ന സമീപനങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുമുള്ളത്. അത് സർക്കാരും കൃത്യമായിട്ട് വിയോജിപ്പ് അറിയിക്കുന്നുണ്ട്. പരിസ്ഥിതി പരിപാടി തന്നെ ബഹിഷ്കരിച്ചത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന സാഹചര്യമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇനി എത്തരത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നത് അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ഒരു എതിർപ്പിലേക്ക്, വലിയ പോരിലേക്ക് തന്നെ പോകും.